ഞങ്ങളന്ന് തൃശ്ശൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് ദൂരമായി കാണും. ഏതോരുത്തം പിന്നാലെ ഉണ്ടല്ലോ കുറേ നേരമായിട്ട്. ബൈക്കിൽ ഉറക്കമില്ലാത്ത ഏതെങ്കിലും പൂവാലിനായിരിക്കും. സജു വണ്ടി ഒന്ന് ഒതുക്കി. എന്നാലും ശ്യാം ഇത്ര ദൂരത്ത് അത് ഒറ്റയ്ക്ക് ബൈക്കേല്. അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പോന്നപ്പോ അമ്മയുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയി. പോയി ബൈക്കിൽ അത് എടുത്തോണ്ട് പോന്നു. നിങ്ങൾ അവിടുന്ന് തിരിച്ച കാര്യം മായ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഒപ്പം പോകാമെന്ന് കരുതി. ഇനി ഒറ്റയ്ക്ക് അവിടെ വരെ ബൈക്ക് ഓടിച്ച് അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞാൻ ശ്യാമിന്റെ ഒപ്പം കേറിയാലോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വണ്ടി കയറി. ഒടുവിൽ ഇവള് വല്ലാതെ നിർബന്ധിച്ചപ്പോ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തില് ഞാനാണ് അതിനെ സമ്മതിച്ചത്. കുറെ നേരത്തേക്ക് ഇവർ മുമ്പിൽ കയറിയും ഞങ്ങളെ കയറ്റി വിട്ടും എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇവരെ കാണാതായി. അല്പം ടെൻഷനായ ഞങ്ങൾ കുറച്ച് സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ അവനെ കൈയൊഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്ത് കൂട്ടുകാരൻ. അങ്കിൾ അവനെ കൊണ്ടുപോയിക്കോ, പക്ഷെ ഇപ്പോഴല്ല. അവന് സംസാരിക്കാനും നടക്കാനും ഒക്കെ ആവുമ്പോൾ. അതുവരെ എന്തിനാ വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കാൻ? ശ്യാമിൻ്റെ അല്ല, അന്നയുടെ കൈപ്പടവിൽ നിന്നാണത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ അച്ഛൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോ ശ്യാമിന് അച്ഛനല്ലാതെ ബന്ധുക്കളാരും ഇല്ലേ? അവരുടേതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഇവർക്കോ ഇവരുമായി ബന്ധുക്കൾക്കോ ഒരടുപ്പവും ഇല്ലായിരുന്നു. ശ്യാമിൻ്റെ അച്ഛൻ അനുവാദം കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന കോളേജ് മാനേജ്മെന്റിന്റെയും ഹോസ്റ്റൽ അധികാരികളുടെയും സമ്മതം മേടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. തളർന്നു കിടക്കുന്ന ഒരാളെ പരിപാലിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു ആരംഭ ശൂരത്വം മാത്രം ആവരുത്. ഒരിക്കലും ഇല്ലച്ചോ. ഇനി അവൻ്റെ മനസ്സ് പതിയുന്ന മുഖങ്ങളും ചിത്രങ്ങളെല്ലാം അവനെ സന്തോഷപ്പെടുത്തുന്നത് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ ഡോക്ടറോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തേക്ക് അവനെ. അമ്മയ്ക്ക് ഇതുവല്ലോ അറിയോ? ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയിട്ടുണ്ട്. ടെമ്പററി ട്രെയിനിങ് വേണ്ടി പുറത്തു പോയിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനാൽ പ്രിൻസിപ്പലിനോടും മാനേജറിനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗെയിംസ് റൂം വൃത്തിയാക്കി എടുക്കാം. എന്നാ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങടാ. അല്ലേ തുടങ്ങിയച്ചോ? ശ്യാമിനെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രധാന കാര്യം അവനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എപ്പോഴും ഹാപ്പിയായി നോക്കണമെന്നതായിരുന്നു. അതിനായി ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്തു. അവനെ ചിരിപ്പിക്കാൻ ചില കോമാളിത്തരങ്ങൾ ഉൾപ്പെടെ. പോയോ? ഇപ്പൊ നല്ലൊരു ആശ്വാസം. മസ്താനത്തെ റൂമിൽ വൃത്തിയോടെ ഒട്ടിക്കുന്നു. അത് മാത്രം എടുക്കണ്ട. ഇനി പണ്ട് മുതലേ അവൻ ഞങ്ങളെ അതിൽ തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഹോസ്റ്റലും പൂർണ്ണ മനസ്സോടെ ശ്യാമിനെ സ്നേഹിച്ച എല്ലാവരും ചേർന്ന് അവനെ അങ്ങ് ഏറ്റെടുത്തു. ഒരു പൊടിക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഓക്കെ 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 ഡൺ. ഓരോരുത്തരായിട്ട് ഇറങ്ങി വാ. കത്തിപ്പാറ കുസുമം വേറെ മൂന്നാമത് അത് തിരുവാണല്ലോടാ. അയ്യോ ഇതെന്നതാടാ ഇവിടെ ഒരു ബക്കറ്റ് സമ്മേളനം? ശ്യാമിൻ്റെ റൂം ക്ലീൻ ചെയ്യാനും തുണികൾ അലക്കാനും ഒരാളെ കിട്ടിയേക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള ആളെ കൊണ്ടുവന്നതാ തെയ്യാള്. ഈ പുറത്ത് കിടക്കുന്ന 3 ഓട്ടോറിക്ഷയിലോ? അത് ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണേ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യില്ല ഫാദർ. ചിലപ്പോ ഒരാളും കൂടെ ഇപ്പൊ വരും. വന്നതൊക്കെ മതി. എന്താ ഇവരുടെ പേര്? മടൽ ഉണങ്ങിയ പോലെ ഉണ്ട്. ഇവര് മതി, വേറെ ആരും വേണ്ട. ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേരെ, അല്ലെങ്കിൽ ഇവിടെ വേറെ കോമ്പറ്റീഷൻ കൂടും. എടാ ഞങ്ങളൊന്ന് കോളേജ് വരെ പോയിട്ട് വരാം. ചേച്ചി 11:30 മെസ്സിന് ജ്യൂസ് റെഡിയാക്കി തരും. അതിനൊപ്പം ദേ ഇരിക്കുന്ന ഗുളികയും കൊടുത്തേക്കണം. നിങ്ങൾക്ക് അടിക്കണ്ട മക്കളെ, ധൈര്യമായിട്ട് പോയിച്ചുമ്പാ ചെല്ലി. ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ക്യാമറ നോക്കി കൈ കാണിച്ചാൽ മതി കേട്ടോ. ജോലിക്കെടുത്ത മടവണ ചേച്ചി ഞങ്ങളില്ലാത്തപ്പോൾ ശ്യാമിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കി. ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും റൂമിൽ കിടക്കുന്ന ശ്യാമിലായിരുന്നു ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും. എന്നാ ഇനി ചേച്ചി പോട്ടോ. അപ്പൊ ശരി, നാളെ കാണാം മക്കളെ. ഗുഡ് നൈറ്റ്. ശ്യാമിൻ്റെ പ്രത്യേക അവസ്ഥ മനസ്സിലാക്കുകയും ഞങ്ങൾ അവനോട് കാണിക്കുന്ന ആത്മാർത്ഥതയെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുവെന്ന് ഡോക്ടർ അവൻ്റെ ആത്മവിശ്വാസം കൂട്ടാൻ ഒരു അതിഥിയും കൂട്ടി ഹോസ്റ്റലിൽ വന്നു. ഇതിലും മോശാവസ്ഥ തരണം ചെയ്ത ഒരു മുൻ പേഷ്യൻ്റ് ആയിരുന്നു ഒപ്പം. ശ്യാം
ഇതാ ഞാൻ അന്ന് പറഞ്ഞ അഞ്ജുലാൽ. ഒരു ആക്സിഡന്റിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് അഞ്ജുവിനെ എത്തിക്കുമ്പോൾ ശ്യാമിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഈ അഞ്ജു. പഠിത്തത്തിലും പ്രസംഗത്തിലും മിടുക്കിയായിരുന്ന നമ്മുടെ അഞ്ജുവിന് ഒരു വലിയ സുഹൃത്തുണ്ടായിരുന്നു. ആരായിരുന്നു അതെന്നറിയാവോ? അദ്ദേഹമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ജീവിതത്തിലേക്ക് അഞ്ജുവിനെ തിരിച്ചെത്തിക്കാൻ ഞങ്ങളെ ഒരു പരിധിവരെ സഹായിച്ചത് അദ്ദേഹം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്ന പ്രസംഗങ്ങളായിരുന്നു. അത് കേൾപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. അവൻ്റെ തിരിച്ചുവരവിന് പ്രതീക്ഷ കൈവിടാതെയുള്ള ശ്രമങ്ങൾ തുടർന്നേ പറ്റൂ എന്നായിരുന്നു ഡോക്ടർക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു. അതിനായി ഡോക്ടർ നിർദ്ദേശിച്ച ഏറ്റവും പ്രധാന മാർഗം സംഗീതം തന്നെയായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന റഹ്മാൻ ഹിറ്റ്സ് അതിനായി ഞങ്ങൾ പരമാവധി ഉപയോഗിച്ചു. അതും ഗുണം ചെയ്തിട്ടെന്ന പോലെ അടുത്ത ആഴ്ച ഒരു ദിവസം ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പറയണ പോലെ മനസ്സിലാവണ്ട. എന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു ഗുണം കണ്ടാ മക്കളെ? മുക്കാരി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ കയ്യെ പിടിച്ച് ഒരു നെക്ക്. ബാക്കി ചേച്ചി കുടിച്ചോളേ, കണ്ണുകൊണ്ടും കാണിച്ച്. മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചപ്പോ ഒരു തുള്ളി എങ്കിലും എനിക്ക് നല്ലതായിരിക്കും അവൻ പറഞ്ഞേ. നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അല്ല എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ? അത് ശ്യാമൊന്ന് കയ്യനക്കയിലൂടെ നേടുവാൻ പോകുന്നതായി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അതൊരു ആഘോഷമാക്കി മാറ്റുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. സോനുവിൻ്റെ വാട്ടർ ഡ്രംസ് ഉൾപ്പെടെ പല കലാപരിപാടികളും അവൻ്റെ മുന്നിൽ അരങ്ങേറി. ആഘോഷങ്ങൾ അവൻ്റെ മനസ്സിൽ ആവേശം നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. ഇത്തരം കേസുകളിൽ സംസാരശേഷി ആദ്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് കൂടുതൽ നല്ല ലക്ഷണമായെന്ന് ഡോക്ടർ ഞങ്ങളോട് മാത്രമായി പറഞ്ഞു. ഫിസിയോതെറാപ്പി ആയിരുന്നു അടുത്ത പടി. കോളേജ് ഉള്ളപ്പോൾ ശ്യാമിനെ ഞങ്ങൾ കേൾപ്പിച്ചു പോകുവാനും സ്വയം ഏറ്റെടുത്ത് അവനോടൊപ്പം ചെലവഴിക്കാനും മസ്താൻ ഉൾപ്പെടെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ വേറെ ചിലരാവട്ടെ ഈ പേരും പറഞ്ഞ് കോളേജ് ഒഴിവാക്കി അവൻ്റെ റൂമിൽ ചുറ്റിക്കൂടി. എടാ കുഞ്ചാക്കോ, അവന് ഇഷ്ടപ്പെടുന്ന ചാനലാകുമ്പോൾ പറയണേ. നിന്നെ ആവേശത്തിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളും കാഴ്ചകളും കാണിക്കണമെന്നാ ഇപ്പോൾ ഞങ്ങളുടെയും ഡോക്ടറുടെയും ചിന്ത. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? ഈ ചാനൽ മാറ്റട്ടെ. ഈ ഇടി കണ്ടവൻ കണ്ടു, അത് ഉറപ്പാ ഇല്ലടാ. എന്നിട്ട് കണ്ണുകൊണ്ടോടാ ചോദിക്കാനാ? മാറ്റത്. അങ്ങനെ ഇരിക്കട്ടെ. കറണ്ട് പോലെ മതി, ഇത് മതി. ഇവന്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേക്കാം, എനിക്കും കേക്കാം. ആര് ആൾക്കാര് നന്നായോ? വെറുതെ കണ്ടാൽ മാത്രം പോരാ, കണ്ടത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണം നിങ്ങൾ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ, പിന്നെ അവസരം കിട്ടാഞ്ഞിട്ട്. ഈ അവസരം ഞാൻ ഉണ്ടാക്കി തരണം. ചെല്ല, പരീക്ഷയാ വരുന്നത്.